നിങ്ങളെന്ന് പറയാൻ അച്ഛനെ ഞാൻ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്റെ ആയുസ്സിൽ ആദ്യത്തെ ഞായറാഴ്ചയാണ് പറഞ്ഞ സമയത്ത് കുർബാന തുടങ്ങാനുള്ളത്. ഇങ്ങനെ ഉപയോഗിച്ചാലൊന്നും കുഴപ്പമില്ല. കൺഗ്രാറ്റുലേറ്റ് അച്ഛൻ. രണ്ടാമത് കുർബാന കഴിഞ്ഞ് നല്ലൊരു ഭക്ഷണം കൂടെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോഴേ കാപ്പി എന്റെ വകയായിട്ട് എല്ലാവർക്കും കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. പ്രഭാത നമസ്കാരം തുടങ്ങിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നവർക്ക് മാത്രം അത് അങ്ങനെ ഉണ്ടായിരുന്നവർക്ക് കൈവയ്ക്കാറ് അറിയാൻ ഞാൻ അത് വളരെ കുറഞ്ഞ് എനിക്ക് തന്നെ ഒരു നാണങ്ങൾ അവർ കുർബാന തുടങ്ങുമ്പം വരുന്നവർക്കും ഞാൻ കൈ ഒപ്പിക്കാൻ പോകുന്നു. ഏതായാലും എങ്ങനെയായാലും അച്ഛന് അത് സമയത്ത് തുടങ്ങുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യം. അതിന് ഞാൻ അച്ഛനെ ഒന്നുകൂടെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു. നിങ്ങൾ വന്നില്ലെങ്കിലും അച്ഛൻ തുടങ്ങുന്നതുകൊണ്ട് നിങ്ങൾ പരിഭവം കാണിക്കാത്തതുകൊണ്ട് നിങ്ങളെ അത് കൺഗ്രാറ്റുലേറ്റ് ചെയ്യുകയാണ്. ഇനി ഞാൻ വരുമ്പോഴത്തേക്ക് ഒരു സംഗതി നിങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം. അത് നിങ്ങൾ ചെയ്യുന്നതിന് എന്റെ പരിപൂർണമായ സഹകരണം ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യാനും തയ്യാറാണ്. അടുത്ത പ്രാവശ്യം ഒരു വർഷത്തിനകമെങ്കിലും നമുക്ക് പുതിയ പള്ളിയിൽ കുർബാന ചെല്ലണം. അത് നിങ്ങൾ വിചാരിച്ചാൽ പ്രയാസമുള്ള ഒരു സംഗതിയല്ല. ഒരു പള്ളിക്കും മറ്റും കല്ലിട്ടാൽ അതവിടെ അങ്ങനെ കിടക്കുന്നത് നല്ലതല്ല. അതവിടെ ഇങ്ങനെ നമ്മൾ കല്ലിട്ട് കൂടാശം ചെയ്ത് ചുരുക്കും വരെ പൂവും വീശി അവിടെ ഇങ്ങനെ കിടക്കുന്നത് കണ്ടാൽ അത് നമുക്കൊരു നല്ല ചുറ്റുപാടല്ല. അതങ്ങ് ചെയ്യുക വേണ്ടി. നാട്ടില് മന്ത്രിമാരൊക്കെ പലതിനൊക്കെ കല്ലിട്ടേക്ക് അവിടെ കിടക്കുന്നത് പോലെ അല്ലല്ലോ നമ്മളൊരു പള്ളിക്ക് പ്രാർത്ഥിച്ച് ഒക്കെ കല്ലിട്ടു. അതുകൊണ്ട് കുറച്ച് സാക്രിഫൈസൊക്കെ ചെയ്ത് പള്ളി എത്രയും വേഗം നിങ്ങൾ പൂർത്തിയാക്കണം. ഈ ഭദ്രാസനത്തില് 1984 വന്നിട്ടുള്ള 2 ഡെവലപ്മെന്റ്സ് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ കൊണ്ടുവരികയാണ്. 2 developments in this diocese during 1984. The best one is the youth movement, a growing youth movement, a growing youth involvement, a growing youth interest. അത് ഒരു നിസ്സാരമായ സംഗതിയാണ്. വേറൊന്നുകൂടെ പറയാം. അതിന്റെ ഈ പള്ളിയിൽ അത് വളരെ ശക്തിയായിട്ട് വന്നിട്ടുള്ളതിന്റെ ഒരു പ്രകടനം കൂടിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭദ്രാസനത്തില് സൺഡേ സ്കൂളിന് വാർഷികത്തിന് അധ്യക്ഷം വഹിക്കുന്നതിന് മാത്രമായിട്ട് ഒരു പള്ളിയിൽ പോകും. മുമ്പ് ഞാൻ ചെല്ലുന്ന സമയത്തൊക്കെ അങ്ങനെ വെച്ചിട്ടുള്ള പള്ളികൾ എല്ലായിടത്തും ഉണ്ടത്. എന്നാൽ ഇതിനു വേണ്ടി മാത്രം ആയിട്ട് എന്നെ ക്ഷണിക്കുകയും ഞാൻ വരാനും സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് ഇതാദ്യമായിട്ട്. ഒരു യൂത്ത് കൺസേൺ വളരെയധികം ഈ ഭദ്രാസനത്തിൽ ഡെവലപ്പ് ചെയ്യുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ ന്യൂയോർക്കിലെ നയാർക്ക് കോളേജിലേക്ക് 2 കോൺഫറൻസുകൾ നടത്തും. സമ്മർ കോൺഫറൻസ്. 150 കുടുംബങ്ങൾ കുഞ്ഞുങ്ങൾ wanted to meet with me and talk to me. And they came. The things they told me were very interesting. First,
They wanted to get involved in the church matters more and more. Some of them said that they didn't like the way their parents ran the church. They wanted change. They wanted the church to become something else. As it happened yesterday, some of them were willing to become priests. There was no candidate to become a bishop. There was one here yesterday. I'm a little alarmed about it. But it is a very encouraging situation. Panikarajan was telling me one thing. He was here for a few weeks now. He said he was very happy to see that our tradition is maintained and preserved even in this country. So after all, that is the goal. That was the purpose of organizing this diocese, so that our children would be familiar with our traditions and customs. ഞാൻ അടുത്ത സമയത്ത് ഒരു പള്ളിയിൽ ചെന്നപ്പോഴേ നമ്മുടെ 2-3 പിള്ളേരെ പള്ളിയിൽ പ്രസ്ബിറ്റേറിയൻ സൺഡേ സ്കൂളിനും ബാപ്റ്റിസ്റ്റ് സൺഡേ സ്കൂളിനും ഒക്കെ പോകുന്നവരുണ്ടായിരുന്നു. അവരെ വിളിച്ചുകൊണ്ട് വരാൻ വിളിച്ചുകൊണ്ട് വന്നു. ഞായറാഴ്ച അവരെ പള്ളി വന്നു. ശുശ്രൂഷക്കാരൻ കുറുകുറ്റി കുതിരി ഇടാൻ നേരത്തെ ഞാൻ പറഞ്ഞു, ഒരുപാട് കുതിരിക്കാൻ വേണ്ടി പുകയൊക്കെ ഇവനൊക്കെ ഏകട്ടെ, നമ്മളൊക്കെ ഇതേക്ക് വളർന്നവരാണ്. ഇതിനൊക്കെ ഒരു മീനിങ് ഉണ്ട്. ഇതൊക്കെ കണ്ടു വളരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഭദ്രാസനത്തിന്റെ വലിയ പർപ്പസിൽ ഒന്ന് അതാണെന്നുള്ളത് നമ്മൾ മറന്നുപോയത്. ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ ആരാധന കണ്ടും കേട്ടും ഇവിടെ കണ്ട ഒരു പ്രത്യേകത കൂടെ ഞാനൊന്ന് പറയുക. ഈ മലയാളത്തിൽ ഇത്രയും ഭംഗിയായിട്ട് ചൊല്ലുന്ന പോലെ ഒരു പള്ളി ഈ ഭദ്രാസനത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ഇവിടെ പഠിക്കുകയും ഇവിടുത്തെ പിള്ളേരുമായിട്ടൊക്കെ ഇടപെടുകയും ചെയ്യുന്ന ഈ കുഞ്ഞുങ്ങൾ, they all came to the church. Not only that they came, they were not just passive attendants. They were getting involved in the act of worship. I told you yesterday that our church has one adjective, a word I would like to use. What was that word? Unique. Unique. It is a unique church. It is unique in its worship. I will tell you one uniqueness in our worship service. I would like you to know this, because you are dealing with friends in schools who belong to other churches. Our church, our worship service, has the largest number of congregational response. Take the worship service of any other church, Protestant, Catholic, Anglican, anyone. We have in our service, in our liturgy, the largest number of congregational response. Some of us compared the prayer books of other churches with our prayer book, our Tatsa, our Kurbana, and we counted the congregational response, the number of times the people have to say something. Omitting amens, we had, if I remember correctly, 254 times people responding to the prayers which are conducted here, compared to 58 in the Anglican Church or 23 in the Presbyterian Church. So the congregation's participation is one unique feature of our worship service. And our worship service becomes very poor when congregation stand there doing nothing, saying nothing, looking at each other, smiling at each other, and actually is doing something else. Our worship becomes very poor there. But in this church, you made it very rich, because the children were singing, and even those who were with me in the Malva, they were doing very well. And the Panikarajan again was telling me that he didn't expect youngsters serving in the sanctuary this well. I congratulate them and you for that. You always remember another uniqueness of our worship service. I would like you to tell these things to your friends when you happen to talk about church matters. And that is this. Our service has, as I said before, once, I don't know if you remember,
Our service has something to see, something to look at, something to hear, something to smell, something to feel, something to eat. So every sense is active in the worship service. You cannot sleep in an Orthodox worship service because even if you don't listen to something, even if you are a deaf person, or even if you don't understand anything, well, by that time, the deacon will be coming down with the incense. You have to smell it. You cannot say, I don't want to smell it. You have to smell it. There is something to smell. There is something to see. I saw one young child here when I was turning around and looking at the people saying a prayer. He was scratching his friend and said, sit with me. So there is something to look at. The vestments, the candle, and everything. And I saw another person, I won't tell who it was. When the church bell was being rung, the boys were ringing the church bell. One boy was doing like this here. He was ringing the bell. See, unconsciously he is responding to what is going on. When you see these things, don't go and ask him to stop it. Let him do it. He is getting involved. That is how he is growing up. This is very important. So it is a unique service. There is something to do for everyone. There is something to see, something to hear, something to taste, something to smell. You go to a Protestant service, mainly, some of you might have gone to Baptist or Presbyterian or other churches. The main item is the sermon, preaching. And if the sermon is boring, then everything is boring. And you start, kind of sleepy, and if you are a deaf person, there is nothing else to see there, nothing else to taste, nothing. So this is the uniqueness of our service. So always remember that this is a unique church. Let me ask you, in the beginning was God. Never forget that. In the beginning, we should be there. You are beginning your school year. Some of you have already started. The college students are going to start it in September. Well, you begin with God. In the beginning was God. And God became man. The purpose, the goal of your life is to become something. You become something. You don't stay where you are. You grow up. Mentally, physically, spiritually. You become something. That is the goal in your life. And God became man, not only to save us from our sins, but to transform, change us. So change, transform your life, your behavior, your understanding. Everything is transformed and should be transformed because in the beginning was God. And what is the purpose of this transformation? Sharing. That is to share with other people. So this is the goal in your life. I congratulate the Sunday school teachers and I said that you are prepared for a new year with this kind of meeting, your confession, your communion, and your worship together. It is very important. Thank you very much for giving me the opportunity to participate in this meeting. I wish you a happy new school year.